ദിലീപിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. പുതിയ ഡീലൊന്നും എടുക്കണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഏറ്റെടുത്തത് എല്ലാം 3 വർഷം കോൺട്രാക്റ്റ് ഉള്ളതാണ്. അത് കഴിയുമ്പോഴേക്കും പഴയ പോലെ നടക്കാനാകുമെന്നാണ് ഒരു പ്രതീക്ഷ. സാർ, രാഹുൽ വന്ന് വിളിച്ചപ്പോൾ അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നു. എന്താടോ? സാർ, കാണാൻ ആരോ വന്നിട്ടുണ്ട്. ആരാ? ഒരു ആർദ്ര എന്നാ പറഞ്ഞേ. അവൻ്റെ കണ്ണുകൾ വിടർന്നു. വരാൻ പറ. അവൻ പുറത്തേക്ക് ചെന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും അവൻ്റെ പിറകിൽ അവളും ഉണ്ടായിരുന്നു. ഹൃദയം അങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്. ശ്വാസം കിട്ടാതെ പോലെ വെപ്രാളം തോന്നുന്നുണ്ട്. സന്തോഷം കൊണ്ട് ചങ്കിനെ അകത്ത് ഒരു കനം വന്ന് നിറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തനിക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അവളെ തന്നെ ഉറ്റുനോക്കി നിന്നവൻ. രാഹുൽ, ആ വാതിലടച്ച് പുറത്തേക്ക് നിന്നോളൂ. അവൻ തലയുയർത്തി അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. സാർ, കയറുന്നില്ലേ? പുറത്തെ കസേരയിലിരിക്കുന്ന എഡ്വിനെ കണ്ട് അവൻ പതിയെ ചോദിച്ചു. അവർ സംസാരിക്കട്ടെ. അതാരാ? അവൻ്റെ പണ്ടത്തെ ലവറായിരുന്നു. ആ, ഭാഗ്യമുണ്ടായില്ല. ആർക്ക്? അവർക്കോ അതോ ദേവൻ സാറിനോ? അയാൾക്ക്, തൻ്റെ ദേവൻ സാറിന്. അതുകൊണ്ടല്ലേ അവളെ എനിക്ക് കിട്ടിയത്. അപ്പോൾ സാറിൻ്റെ ഭാര്യയാണോ? ഭാര്യയായിട്ടില്ല, ആകും വൈകാതെ. ആണോ? എന്തേ, ഞങ്ങൾ നല്ല മാച്ചല്ലേ? അവനെ ഒന്ന് നോക്കി നിന്നു. സത്യം പറഞ്ഞാൽ അവരാണ് മാച്ച്. സാർ, ഒരു മാച്ചുമില്ല. എഡ്വിനൊന്ന് കണ്ണു മിഴിച്ചു. അവനെ തന്നെ നോക്കി നിന്നു. ക്ഷീണിച്ചു പോയി ഒത്തിരി. അവൻ്റെ അരികിൽ തന്നെ വന്നിരുന്നു. ഒന്നും മിണ്ടിയില്ല. വെറുതെ അങ്ങനെ നോക്കിയിരുന്നു. നിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വലങ്കൈ ഉയർത്തി കവിളിൽ ചേർത്തു. നിമിഷം കൊണ്ട് തന്നോട് ചേർത്ത ആ ചുണ്ടുകൾ അപ്പാടെ അവൻ വിഴുങ്ങിക്കളഞ്ഞിരുന്നു. അവൾ എതിർത്തില്ല. ഒരു നിശ്വാസം കൊണ്ടുപോലും അവനെ എതിർക്കണമെന്ന് തോന്നിയതുമില്ല. അവളെ വിട്ടപ്പോൾ കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകി. എവിടെയായിരുന്നു ഇത്രയും ദിവസം? മിണ്ടിയില്ല. നിന്നോടാ? അറിയാൻ വൈകി. ഒന്ന് മൂളിയെങ്കിലും അവളെ എഴുന്നേൽക്കാനോ മാറാനോ സമ്മതിക്കാതെ നെഞ്ചോട് തന്നെ ചേർത്ത് പിടിച്ചു. എന്നെ ഓർത്തോ ജയ്? വരുമെന്ന് പ്രതീക്ഷിച്ചു. നെഞ്ചിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു. ഒറ്റയ്ക്കാ വന്നേ? സാറുണ്ട്. ഏത് സാർ? പറഞ്ഞതിനൊപ്പം അവളെ അടർത്തി മാറ്റി. അത് എഡ്വിൻ സാർ. അവനോ? അവൻ്റെ കൂടെയാണോ നീ? മറുപടി പറയും മുന്നേ ഡോറിൽ മുട്ടുകേട്ടു. എനിക്ക് അങ്ങോട്ട് വരാമോ? അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് മാറി. സംസാരിച്ച് കഴിഞ്ഞില്ലേ ആരു? ആരു എന്ന് വിളിക്കേട്ട് അവനോടൊപ്പം അവളും ഞെട്ടിയിരുന്നു. കാണണമെന്ന് പറഞ്ഞു, കണ്ടു. ഇനി പോയാലോ? അവളെ തന്നോട് ചേർത്ത് നിർത്തി പറയുമ്പോൾ ജയദേവൻ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. എന്നാൽ ഒരു നിശ്വാസം കൊണ്ടുപോലും അവനെ എതിർക്കാതെ നിൽക്കുന്നവളെ കാണെ കണ്ണുകൾ നിറഞ്ഞുപോയി. തനിക്കെന്തിനാ ഇനി ഇവളെ? തനിക്കൊരു ഭാര്യയുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആണ്. ഇനി തനിക്ക് തൻ്റെ ജീവിതം, ഞങ്ങൾക്ക് ഞങ്ങളുടെയും. ദേവനെ തന്നെ നോക്കി നിന്നാണ് അവൻ അത്രയും പറഞ്ഞത്. അടുത്ത മാസം എൻ്റെ കല്യാണമാണ്. അവളെ ഒന്നൂടെ തന്നോടെ ചേർത്ത് മുറുകെ പിടിച്ചു. സത്യമാണോ? അതേടോ. എന്ന് ഇവൾ പറയട്ടെ. അവൾ പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോ? അവൻ ആർദ്രയെ തന്നെ ഉറ്റുനോക്കി. സത്യമാണോ ആരു? സത്യമാണ്. പക്ഷേ സാറിൻ്റെയാണ് എന്ന് മാത്രം. ദേവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. എഡ്വിൻ, അവനതറിയാമായിരുന്നു. അവൾ അവനോട് കള്ളം പറയില്ലെന്ന്. പക്ഷേ ഈ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന നിനക്ക് എന്തിനാടാ ഇവളെ? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോലും കഴിയില്ലല്ലോ സാർ. അവൾ വേണ്ടെന്ന രീതിയിൽ എഡ്വിൻ്റെ കൈ പിടിച്ചു. ഞാൻ പറയട്ടെ ആർദ്ര, ഒരു വർഷം ഞാൻ കാത്തിരിക്കാം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ചോദിക്കുക നീ. ആ നിമിഷം ഇവളെ വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ജയദേവൻ്റെ ജീവിതത്തിൽ പാർവതി എന്നൊരു ഒറ്റ പെണ്ണെ ഇനി ഉണ്ടാവാൻ പാടുള്ളൂ. സമ്മതം. പറഞ്ഞു തീർക്കും മുന്നേ സമ്മതം പറഞ്ഞവനെ എഡ്വിൻ തെല്ലൊന്ന് അതിശയത്തോടെ നോക്കി. അവൻ ആർദ്രയുടെ കൈ പിടിച്ചു. അതെൻ്റെ കുഞ്ഞാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ മോളെ? എന്താ വിശ്വസിക്കാതെ ഇരിക്കാൻ? ഇവൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പുള്ളപ്പോൾ കിട്ടിയ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ആവശ്യമെന്ന് കരുതി കൊടുത്തതായിക്കൂടെ? ഞാൻ ഇവളോടാ ചോദിക്കുന്നത്. എഡ്വിൻ അതിനുത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് അവളെ നോക്കി. നീ പറ ആരു, വിശ്വസിക്കുന്നുണ്ടോ നീ? ഇല്ല, അതാണ് നിന്റെ ഉത്തരമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അവളെ സ്നേഹിക്കുന്നു എന്നോ ഭാര്യയായി പരിഗണിച്ചു എന്നോ ഞാൻ പറഞ്ഞില്ല. ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ അത് ചെയ്യാൻ ജയദേവൻ തയ്യാറാണ്. എനിക്ക് വിശ്വസിച്ചൂടെ? ആരു, നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ മോളെ? അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ. ആ ഹൃദയത്തിൽ ആർദ്രയ്ക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമുണ്ടാകില്ല എന്ന് അറിയാവുന്നത് തനിക്കല്ലാതെ മറ്റാർക്കാണ്? അവളില്ലെന്ന് തലയാട്ടി. നിറഞ്ഞ മിഴികൾ തുടച്ചു. അവളെ കൈപ്പിടിച്ച് തൻ്റെ അരികിലിരുത്തി. നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ തൊട്ടിട്ടില്ല ഞാൻ. ഈ ജയദേവൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അവളെ മാത്രമേ തൊട്ടിട്ടുള്ളൂ.
അവൾക്ക് പകരം ആരും വരില്ല എൻ്റെ ലൈഫിൽ, ആരും. എഡ്വിനൊന്ന് പതറി. അവന് അപർണയെ ഓർമ്മ വന്നു. ഞാൻ പുറത്തുണ്ടാകും, വേഗം സംസാരിച്ചിട്ട് വാ, ഫ്ലൈറ്റിന് സമയമായി. ഉള്ളൊന്ന് നീറിപ്പോയി. ശരിയാണ്, താൻ അങ്ങനെയല്ല. കാമുകിയല്ലാതെ തന്നെ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അപർണ, അവൾ വന്നതിന് ശേഷം ഇല്ല. അവളിൽ തീർന്നിരുന്നു പെണ്ണെന്ന കൊതി മുഴുവൻ. പക്ഷേ പറ്റിപ്പോയി. അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് കസേരയിലേക്ക് ഇരുന്നു. ആർദ്ര അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. ഞാനെല്ലാം അവളോട് തുറന്നു പറഞ്ഞതാണ് ആരു. എനിക്ക് അല്പം സമയം വേണമെന്ന് നിന്നെ മറക്കാൻ. അവളുടെ മുടിയിഴകളിൽ അവൻ വിരലോടിച്ചുകൊണ്ടേയിരുന്നു. മറക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ മുഖമുയർത്തിയൊന്ന് നോക്കി. ഒന്നുകൂടി നിന്നെ എനിക്ക് ഒന്ന് കാണണമായിരുന്നു, നിന്റെ ഉത്തരം കേൾക്കണമായിരുന്നു. ഞാൻ നോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിലോ? അച്ചമ്മയ്ക്ക് ആവശ്യം ഒരു കുഞ്ഞായിരുന്നില്ലേടോ? സോ അവൻ പറഞ്ഞതുപോലെ വേറെ ഏത് രീതിയിൽ ആണെങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷേ നീയില്ലാതെ മറ്റൊരു പെണ്ണും തൊട്ടുപോകില്ല എന്നെ. ജയ്, നീയല്ലാതെ മറ്റാരും. അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. ഫ്ലൈറ്റിന് സമയമായില്ലേ? ഇപ്പോൾ പോയിക്കോ, ഞാൻ വരും. 1 വർഷം ഒന്നും വേണ്ട, അതിനു മുന്നേ വരും. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങ് പോന്നേക്കണം. അവളുടെ കവിളിൽ ഒന്നുകൂടെ ഉമ്മ വെച്ചവൻ. നാളെ ഞാൻ പോവാണ് വൈദ്യമഠം ചികിത്സയ്ക്ക്. പിന്നെ ഞാൻ എഴുന്നേറ്റ് നടന്നിട്ടേ തന്നെ കാണാൻ വരൂ. അതുവരേക്കും താൻ എന്നെ കാണാൻ വരണ്ട, കാണാൻ ശ്രമിക്കുകയും വേണ്ട. വിഷമിക്കാനല്ലടാ, നീ എന്ന ഒരൊറ്റ ബിന്ദുവിലാണ് ഞാൻ എന്നെ ചേർക്കാൻ ശ്രമിക്കുന്നത്. നീ എന്നെ കണ്ടാൽ അതിലേക്കുള്ള ദൂരം വീണ്ടും കൂടും. നമുക്ക് ഒന്നിച്ച് ജീവിക്കേണ്ടേ ആരു? നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ അത് പറ്റുമോ ജയ്? പിന്നെ പറ്റാതെ? അപ്പോൾ പാർവതി? അവളോ? ആ കുഞ്ഞ് അവളുടെ കാമുകൻ അവൾക്ക് കൊടുത്തതാണ് ആരു. അവൾ പറഞ്ഞു അങ്ങനെ. ആരാണ് എന്ന് ഞാൻ ചോദിച്ചില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ അവൾ എന്നെ പറ്റിച്ചു, ഒരു കുടുംബത്തെ മുഴുവൻ ചതിച്ചു. ജയ്, പൊയ്ക്കോ, വീണ്ടും തിരികെ വരാനായി. ഇപ്പോൾ പൊയ്ക്കോ കേട്ടോ. അവൾ എഴുന്നേറ്റ് വാതിൽ വരെ നടന്നു. പിന്നെ തിരിഞ്ഞ് അവന് നേരെ തന്നെ തിരിച്ചു വന്നു. ആ കവിളിൽ ചുണ്ടുകൾ അമർത്തി. പോട്ടെ? കാത്തിരിക്കും ഞാനും. അവൾ വാതിൽ കടന്നുപോയി എന്ന് കണ്ട നിമിഷം കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സാർ, പോകാം. എഡ്വിൻ എഴുന്നേറ്റു. സാറ് കരഞ്ഞോ? കരയേ? ഞാനോ? എന്തിന്? അറിയില്ല, അങ്ങനെ തോന്നി. ഇല്ലടാ. ചെന്നിട്ട് സാർ അപ്പുനെ കൊണ്ടുവരൂ. അവൾ പോയിട്ട് 4-5 ദിവസമായല്ലോ. എന്തേ, അപ്പോഴേക്കും മറന്നോ സാർ? അവൾ നടത്തം നിർത്തി അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ചുണ്ടിൽ പെട്ടെന്ന് ചിരിയാണ് വിടർന്നത്. ഇല്ല, ഇനി ഒരു മറവിക്കും അവളെ വിട്ടുകൊടുക്കില്ല. അപ്പോൾ അവളെ വിളിച്ചു കൊണ്ടുവരൂ. പക്ഷേ താനിത് വിളിച്ചു പറയരുത്. ഇല്ല, ഉറപ്പല്ലേ? അവളെ ഒന്ന് നോക്കി. ഉറപ്പ്. എന്നാ ചെന്നിട്ട് വിളിച്ചു കൊണ്ടുവരാം, പോരെ? അവളുടെ മനസ്സ് നിറഞ്ഞു. അപർണ എന്നേ തൻ്റെ സഹോദരിയായി കഴിഞ്ഞിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകൾ അപർണ തുറച്ചു. എത്ര ദിവസമായി പോയിട്ട് തന്നെ ഒന്ന് വിളിച്ചത് കൂടെയില്ല. തന്നെ കൂടെ കൊണ്ടുപോയിരുന്നു എങ്കിൽ എന്താ? അതിനെ എങ്ങനെയാണ്? മോശമായി തോന്നിക്കാണും. അല്ലെങ്കിലും എന്ത് പറഞ്ഞു പരിചയപ്പെടുത്തും? വെറുക്കാനാവുന്നില്ല. അറിയാം, നാളെ താൻ മരിച്ചു പോയാൽ പോലും പിറ്റേന്ന് വേറെ പെണ്ണ് കെട്ടി ജീവിക്കുമെന്ന്. കഴിയാഞ്ഞത് തനിക്കാണ്, തനിക്ക് മാത്രം. വെറുക്കാൻ പോലും കഴിയാതെ പിടഞ്ഞു തീരെയുള്ളൂ താൻ എന്ന് തോന്നിപ്പോയി. ചിന്തകളിലായതിനാൽ താഴെ വണ്ടി വന്നതോ അകത്തെ സംസാരമോ സ്റ്റെപ്പ് കയറുന്ന ശബ്ദമോ ഒന്നും അവൾ കേട്ടില്ല. തുറന്നിട്ട വാതിലിലൂടെ അവളെ തന്നെ നോക്കി നിന്നു. തനിക്ക് ചുറ്റും ഇഷ്ടമുള്ള ഒരു സ്മെൽ പരക്കുന്നത് അറിഞ്ഞ് അവളുടെ മിഴികൾ നിറഞ്ഞു. ചുണ്ടുകൾ വിതുമ്പി. കരയാ? കഴുത്തിൽ അടിച്ച ശ്വാസം, ചെവിയോരം കേട്ട ശബ്ദം. അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ എന്തെങ്കിലും പറയും മുന്നേ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ശ്രീയേട്ടാ, എന്തിനാ കരയുന്നേ പെണ്ണെ? ആഗ്രഹിച്ച ആളെ കാണാത്തത് കൊണ്ടാണെന്ന് തൽക്കാലം പറഞ്ഞില്ല. നിന്റെ ലൈഫാണപ്പോൾ. തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ്. നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ നിന്റെ ഏത് തീരുമാനത്തിലും നിനക്കൊപ്പം ഞാനും ഉണ്ടാകും. അപർണ. ഉറക്കെയുള്ള ശബ്ദം കേട്ട് അവളൊന്ന് ഞെട്ടി. മുഖമുയർത്തുമ്പോൾ മുന്നിൽ എഡ്വിനെ കണ്ട് കണ്ണുകൾ വിടർന്നു. അപ്പോൾ തൻ്റെ തോന്നൽ, ആ മണം, അതെല്ലാം സത്യമായിരുന്നു. സാറ് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീ കണ്ടില്ലേ സാറിനെ? കണ്ടതുകൊണ്ടാണ് വേഗം ഇങ്ങ് കയറിപ്പോന്നത് എന്ന് അവൻ പറഞ്ഞില്ല. അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രീ പതിയെ മുറിയിൽ നിന്ന് ഇറങ്ങി. നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ അവനല്ല. അവളുടെ കൈ തുടയിൽ പിടിച്ച് അത്രയും ഉറപ്പോടെ പറയുന്നവനെ അവളൊന്ന് നോക്കി നിന്നു. എന്തിനാ വന്നേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. സാറിനെന്നെ ഇഷ്ടമാണോ? എൻ്റെ കുഞ്ഞങ്ങനെ അനാഥനായി വളരണ്ട, അവന് ഞാനുണ്ട്. ഓ, അപ്പോൾ കുഞ്ഞിന് വേണ്ടിയാണല്ലേ? നിനക്ക് എന്തു തോന്നുന്നു?
എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാ വീട്ടിൽ പോയാലോ? അവൾ അവനെ നോക്കി. എൻ്റെ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ. അന്ന് അങ്ങനെ പറ്റിപ്പോയി. അത് ക്ഷമിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇനി നമുക്ക് മാത്രമായി ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. അവൾ കണ്ണുകൾ തുടച്ചു. കാര്യമായിട്ടാ പറയുന്നേ ഞാൻ. സാറിന് എന്നെ ഇഷ്ടമല്ലല്ലോ. ആണെന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ചെറിയ കുട്ടി വാശി പിടിച്ചു നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ആ റിപ്പോർട്ടൊക്കെ എവിടെ വെച്ചിരിക്കുന്നേ? അവൾ ആ ഫയൽ എടുത്ത് നൽകി. വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. പോകാം. കണ്ണുകൾ അങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. ഇഷ്ടമുണ്ടായിട്ടല്ല, കുഞ്ഞിന് വേണ്ടിയാണെന്ന്. അവൻ അനാഥനായി വളരാൻ പാടില്ലല്ലോ. അപ്പോൾ താനോ? പപ്പ മാത്രം മതിയോ? അമ്മ വേണ്ടേ? ഓ, അതിന് വേറെ ആളുണ്ടാകുമല്ലോ. അവനോടൊപ്പം താഴേക്ക് നടക്കുമ്പോൾ അമ്മയോട് സംസാരിച്ചതൊന്നും കേട്ടില്ല. എൻ്റെ മോൾ പോയിട്ട് വാ കേട്ടോ. അപ്പോൾ മാത്രം അമ്മയെ ഒന്ന് നോക്കിയിട്ട് മൂളി. അമ്മായി വീണ്ടും ഇയാൾക്കൊപ്പം പറഞ്ഞയക്കാണോ? ശ്രീ അല്പം പതർച്ചയോടെ ചോദിച്ചു. ആ നിമിഷം അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. എൻ്റെ കുഞ്ഞ് വളരേണ്ടത് എനിക്കൊപ്പമാണ്. ശ്രീ അതിൽ അഭിപ്രായം പറയാൻ വരണ്ട. വരുന്നില്ല. പാതിക്ക് വെച്ച് ഉപേക്ഷിച്ച് കളയാനാണെങ്കിൽ അവളെ കൊണ്ടുപോകരുത്. എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ആ കുഞ്ഞിനെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ശ്രീ. അപർണയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എൻ്റെ ഏത് തീരുമാനത്തിലും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇതാണോ ശ്രീ? അങ്ങനെയല്ല അപ്പോ. ഇയാൾ ഇനിയും എന്നെ ഉപേക്ഷിച്ച് കളയുമെന്നല്ലേ? ചെയ്യട്ടെ. എന്തായാലും കുഞ്ഞ് ജനിക്കും വരെ അതുണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേട്ടല്ലോ? എഡ്വിൻ അവന് നേരെ തിരിഞ്ഞു. എൻ്റെ കുഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ മാത്രം അച്ഛാ എന്ന് വിളിച്ചാൽ മതി. അതിനാരും മെനക്കെടണ്ട. പിന്നെ നിന്നോട് മേലിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കരുത് നീ. അവൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ കുഞ്ഞ് എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് ആ കുഞ്ഞിൻ്റെ അമ്മയും. അപർണയുടെ അമ്മ അവളെ ഓർത്ത് വിഷമിക്കണ്ട. അവൾ ചിരിയോടെ അവനെ നോക്കി. അതേപോലെ ഒരു ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച് അവൻ നടന്നു. പിറകെ അവളും. വാതിൽ തുറന്ന ആർദ്ര അപർണയെ കണ്ട് ഒന്ന് നിന്നു. അപ്പോ മുറുകെ കെട്ടിപ്പിടിച്ചു. എന്താണ് ഈ മുഖം ഇങ്ങനെ തെളിയാതെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വരാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. ആർദ്ര, ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. അവൻ്റെ സംസാരം കേട്ട് കണ്ണു മിഴിച്ചു നിന്നു അവൾ. ആണോ അപ്പു? അല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്തേ? ഒന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. എനിക്ക് വിശക്കുന്നു ആർദ്ര. വാ കഴിക്കാം. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനും വരുന്നു. എനിക്ക് കൂടെ ഇട്ടേക്ക് ആർദ്ര. ശരി സാർ. അപ്പു കിടക്കാൻ പോവാണോ? ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇല്ല. എന്തേ ആർദ്ര? എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല, വാ. അവൾ ആർദ്രയെ കേൾക്കാൻ തയ്യാറായി. അന്ന് എന്താ സംഭവിച്ചേ? എന്ന് 2 മാസം മുൻപ്. അന്ന് ഞാൻ നേരെ പോയത് നാൻസിയെ കാണാനാണ്. അവിടെയായിരുന്നു 3 ദിവസം. ശ്രീ വിളിച്ചതനുസരിച്ച് യാത്ര പറഞ്ഞിറങ്ങിയതാണ് ഞാൻ. പക്ഷേ മുന്നിൽ വിഹാൻ ഉണ്ടായിരുന്നു. ബലം പിടിക്കാൻ വയ്യാത്തത് കൊണ്ട് ആ വണ്ടിയിൽ കയറിയിരുന്നു. എങ്ങോട്ട് പോകുന്നു എന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഓർമ്മ വരുമ്പോൾ ഒരു കസേരയിൽ കെട്ടിയിട്ടേക്കുമായിരുന്നു. ഞാൻ അവിടെ ആകെ ഛർദ്ദിച്ച് കുളമാക്കി. അപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവൻ അറിയുന്നത്. അതോടെ എന്നെ ഒരു വീട്ടിലാക്കി. സത്യം പറഞ്ഞാൽ പരമസുഖമായിരുന്നു. ആള് ഗർഭിണികളെ ഉപദ്രവിക്കില്ല എന്ന്. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണാൻ പറ്റാത്ത ഒരു ടെൻഷൻ വേറെ. അയാളുടെ പുതിയ പ്രൊജക്റ്റ് അടിച്ചു മാറ്റാനല്ലേ ഞാൻ വന്നേ എന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. പിന്നെ എങ്ങനെയാണ് സാർ അവിടെ വന്നേ എന്ന് എനിക്കറിയില്ല. ആർദ്ര അവളെ ഉറ്റുനോക്കി. പറഞ്ഞു തീർന്നത് അത്രയും ഉറച്ച ശബ്ദത്തിലായിരുന്നു. കണ്ണീരിൻ്റെ ചെറുനിഴൽ പോലും കാണാൻ കഴിഞ്ഞില്ല. അവൾ അപർണയുടെ വലം കൈയിൽ മുറുകെ പിടിച്ചു. നാൻസി മെസ്സേജ് അയച്ചിരുന്നു. അത് കണ്ടിട്ടാ സാർ അങ്ങോട്ട് വന്നത്. നാൻസി? അവളുടെ ഇപ്പോഴത്തെ പേര് ലക്ഷ്മിപ്രഭ എന്നാണ്. അത് ആർദ്രയ്ക്ക് പുതിയ അറിവായിരുന്നു. ആണോ? അത് സാറ് പറഞ്ഞില്ല. അതിന് എവിടെ തൻ്റെ സാറ്? അവൾ പിന്നിലേക്ക് കണ്ണു കാണിച്ചു. അവൾ പറയുന്ന കഥകൾ അത്രയും കേട്ട് അവൻ ഇരിപ്പുണ്ടായിരുന്നു. നാൻസി, അവൾക്ക് സുഖമല്ലേ? അവൻ ചെറിയൊരു പരുങ്ങലോടെ ചോദിച്ചു. സുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഹസ്ബൻഡായി അത്ര രസത്തിലല്ല. പക്ഷേ അവളൊന്നും എന്നോട് തെളിച്ച് പറഞ്ഞില്ല. കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നിയത്. നിന്നെ ഉപദ്രവിച്ചു അവർ? ഇല്ല സാർ, നന്നായിട്ടാ നോക്കിയത്. മതി, ഇനി വന്ന് കിടന്നേ. നീ കുറേ ആയില്ലേ ഇരിക്കുന്നേ. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റു. ആർദ്ര, താനും നാളെ ഓഫീസിൽ പോകണം. ചെല്ലി കിടന്നു കുറച്ചു നേരം. 2 പേരും പോയപ്പോൾ അവനൊന്ന് കണ്ണുകൾ അടച്ച് മുന്നിൽ തെളിയുന്നത് അത്രയും നാൻസിയുടെ മുഖമാണ്. എന്തേലും വിഷമമുണ്ടോ എന്ന് ചോദിക്കണം എന്ന് കരുതിയെങ്കിലും ചോദിക്കാൻ തോന്നിയില്ല ഇതുവരെ. അവനെങ്ങാനും പീഡിപ്പിക്കുകയോ മറ്റോ, ശാരീരികമായോ മാനസികമായോ അറിയില്ല. ഇനി കാണുമ്പോൾ ചോദിക്കണം.
എത്രയൊക്കെ വെറുത്താലും സ്വന്തമെന്ന് പറയാൻ അവളേ ഉള്ളൂ ഈ ഭൂമിയിൽ. അവൻ എഴുന്നേറ്റ് അപർണയുടെ റൂമിലേക്ക് നടന്നു. ഉറങ്ങിയോടി? അവൾക്കരികിലേക്ക് നീങ്ങിക്കിടന്നു. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതേക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എന്ത് പറഞ്ഞില്ലേ എന്ന്? കഴിഞ്ഞതൊക്കെ മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന്. അവൾ എഴുന്നേറ്റിരുന്നു. അവനും, സാറിന് എന്നെ ഇഷ്ടമാണോ? അല്ല. അല്ല, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് വന്നേ ഇങ്ങോട്ട്? എഴുന്നേറ്റ് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ തന്നെ പിടിമുറുക്കി. ഇഷ്ടമുണ്ടായിട്ട് ഒന്നും അല്ലല്ലോ എന്നെ കൊണ്ടുവന്നേ, എനിക്കറിയാം. പിന്നെ എന്തിനാ വന്നേ? ഞാൻ അവിടെ തന്നെ നിന്നോളായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറാനോ തന്നെ പൊതിഞ്ഞ ആ കൈകൾ മാറ്റാനോ അവൾ തയ്യാറായിരുന്നില്ല എന്നത് അവൻ്റെ ചുണ്ടുകൾ ചിരി തെളിച്ചു. അപ്പോ അപ്പോ അവൾ മിണ്ടിയില്ല. കരച്ചിലൊന്ന് ഒതുങ്ങിയപ്പോഴാണ് അവൻ ബാക്കി പറഞ്ഞത്. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണൊന്നുമല്ല നീ. പക്ഷെ നീ വന്നതിന് ശേഷം, നിന്നെ അറിഞ്ഞതിന് ശേഷം മറ്റൊരുവളെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. അവൾ മുഖമുയർത്തി അവനെ നോക്കി. സത്യമാടി. പിന്നെ അന്ന് പഴയ കാമുകി വന്ന് പ്രലോഭിപ്പിച്ചപ്പോൾ എൻ്റെ കൈയൊന്ന് വിട്ടുപോയി. അതാണ് ഞാൻ നിന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതെനിക്ക് മറക്കാൻ പറ്റില്ല സാർ. അവൻ്റെ കയ്യിൽ നിന്നും അവൾ മാറിയിരുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. അപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകില്ല അല്ലേ? നെഞ്ചൊന്ന് നീറി. അവൾ അനുഭവിച്ച അത്രയും ഇല്ലല്ലോ. ഇഷ്ടം പോലെ ആകട്ടെ. ഇനി ഇഷ്ടമാണോ എന്ന് ചോദിച്ച് എൻ്റെ പിറകെ നടക്കരുത്. അവൻ എഴുന്നേറ്റ് പോയപ്പോൾ അവൾ ഭയന്നു. ഇനിയും ഇനിയും മറ്റൊരുവളെ തേടി പോകുമോ? അതോടെ കാണാൻ ഞാൻ ഉണ്ടാകില്ല. അവൾ മുഖം പൊത്തി കരഞ്ഞു. ലക്ഷ്മി ഭയത്തോടെ അവനെ നോക്കി, തൊണ്ടയിൽ വെള്ളമില്ലാത്തതുപോലെ. എന്താ എൻ്റെ ലച്ചു, പേടിച്ചോ? വിശ്വൻ്റെ മുഖം പതിവിലും വിട്ട് ഗൗരവം നിറഞ്ഞിരുന്നു. ചോദ്യത്തിന് ഉത്തരം പറയൂ ലച്ചു. അവൾ ഇവിടെയാണോ 3 ദിവസം നിന്നത്? അവൾ അതേന്ന് തലയാട്ടി. എന്തേ എന്നോട് പറയാഞ്ഞത്? അവൾ മറുപടി പറഞ്ഞില്ല. പറ, എന്തേ എന്നോട് പറഞ്ഞില്ല? അവളുടെ കവിളുകളിൽ അവൻ കുത്തിപ്പിടിച്ചു. അരികെ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിയെടുത്ത് ഉയർത്തി അവൾക്ക് നേരെ ഒന്ന് ചെരിച്ചു. കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു. അടുത്ത നിമിഷം മെഴുകുതുള്ളികൾ ചുണ്ടിലേക്ക് ഇറ്റി വീണു. ഒന്ന് ഓളിയിടാൻ പോലും ആകാതെ ശബ്ദം എന്നേ മറഞ്ഞുപോയവൾ അലറിക്കരഞ്ഞു. കണ്ണുകളിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് എഡ്വിൻ്റെ മുഖമായിരുന്നു.